പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പൊ എൻ്റെ സഹോദരനെ കൊതിക്കേണ്ട ദൈവത്തോട് പറയേണ്ട, ദൈവമേ എൻ്റെ ഈ ചേറ്റിൽ നിന്ന് എന്നെ ഒന്ന് രക്ഷപ്പെടുത്തുക. എന്തിനാണ് രക്ഷപ്പെടുത്തുന്നത്? എനിക്ക് നിനക്ക് സാക്ഷ്യം വഹിക്കാൻ വേണ്ടിയാണ്, നിന്നെ മഹത്വപ്പെടുത്താൻ വേണ്ടിയാണ്. അത് പറയണം, നിന്നെ മഹത്വപ്പെടുത്താൻ വേണ്ടിയാണ്. അപ്പം അങ്ങനെ എന്താ ഈ സാക്ഷ്യം ഞാൻ തുടങ്ങി വെച്ചതെന്ന് വെച്ചാൽ, അതായത് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലേ, 2 ഷാലു സംഗീത് 2 പേര് ഒരു സാക്ഷ്യം പറഞ്ഞു. അതാണ് ഞാൻ പറഞ്ഞ ഷാലു എന്ന് പറയുന്നത് വൈഫാണ്, അതുപോലെ സംഗീതം എന്ന് പറയുന്നതാണ് ആ സർക്കിൾ ഇൻസ്പെക്ടർ. അപ്പോൾ ഇവർ നമ്മുടെ ഉടമ്പടി മാതാവ് തരണ ഒരു കാലം ഉണ്ടായിരുന്നു, അതേതാണ് 2014. ഉടമ്പടി വന്നില്ല. ഉടമ്പടിയുടെ പ്രാഥമികമായ പ്രത്യക്ഷിക പ്രാർത്ഥന കിട്ടിയത് 2014. അപ്പോൾ 2014 13 വന്ന ആൾക്കാരാണ് ഈ ഷാലുവും സംഗീതവും. അപ്പം അന്ന് അങ്ങേര് പോലീസാണ്, SI ആണോ എന്നറിയത്തില്ല, ഇന്നിപ്പോൾ സർക്കിളാണ് അങ്ങേര്, അന്ന് പോലീസാണ്. ഷാലു അദ്ദേഹത്തിൻ്റെ വൈഫ്. അപ്പോൾ അവർ വന്നത് കാര്യം, അവർ 2012 മുതലൊക്കെ വരണമെന്ന് തോന്നണം. പക്ഷെ അവർക്ക് മക്കളില്ല. അപ്പം അന്നൊരു 2-3 കൊല്ലമായിരുന്നു മക്കളില്ല അവർക്ക്. അപ്പോൾ അവർ കൗണ്ടൊക്കെ ടെസ്റ്റ് ചെയ്തപ്പോൾ മക്കളെ കിട്ടാൻ സാധ്യതയില്ല. വൈഫിന് പീരീഡ്സ് ഇറഗുലർ പീരീഡാണ്. അതുതന്നെയല്ല, ഹസ്ബൻഡിന് മക്കളെ കിട്ടാൻ സാധ്യതയില്ല. കൗണ്ടിൻ്റെ പ്രോബ്ലം ഉള്ളതിനെ കിട്ടാനേ സാധ്യതയില്ല. അപ്പോൾ അവർ 2 കൊല്ലം അച്ഛൻ്റെ അടുത്ത് ഇങ്ങനെ പ്രാർത്ഥിച്ചെന്ന്. ഉടമ്പടി ഇല്ല, കൗൺസിലിംഗ് മാത്രമേ ഉള്ളൂ, ധ്യാനവും കൗൺസിലിങ്ങേ ഉള്ളൂ. ധ്യാനത്തിൽ കൂടും, അച്ഛനെ വന്ന് മെസ്സേജ് എടുപ്പിക്കും, അങ്ങനെയൊക്കെ പോകുന്നൊരു കാലമായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു, അച്ഛാ ഞങ്ങൾ അഡോപ്റ്റ് ചെയ്യണമെന്ന് ചോദിച്ച്. അവർക്ക് ആ കുഞ്ഞിന് കിട്ടാൻ സാധ്യതയില്ലെന്ന്, ഹസ്ബൻഡിന് കൗണ്ട് ഇല്ലാത്ത അങ്ങനെ എന്തോ പ്രശ്നമാണ്. അപ്പോൾ അവർക്ക് കുട്ടിയെ കിട്ടത്തില്ലെന്ന് അവർക്ക് മനസ്സിലായി കഴിഞ്ഞപ്പോൾ അവർ 2 കൊല്ലം അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും. അപ്പോൾ ഞാനവരെ ഓർക്കുന്നുണ്ട്. കാര്യം ഓർക്കാൻ കാരണം, ഇവരുടെ പോയപ്പോൾ അവർ പള്ളിയിൽ എന്നെ കാണാൻ വന്നപ്പോൾ രാത്രി ഞാൻ ഇവരുടെ വീട്ടിൽ പോയിട്ടുണ്ട്. അങ്ങനെ എൻ്റെ ഓർമ്മയിലുണ്ട് അവർ. അപ്പോൾ ധ്യാനിപ്പിക്കാൻ വന്നപ്പോൾ നമ്മൾ ഓരോ ഇടവകയിലൊക്കെ അന്ന് ധ്യാനിപ്പിച്ച് നടക്കും. ഞാനിപ്പോൾ ഇടവകയിലൊക്കെ ധ്യാനിപ്പിച്ച് നടക്കുന്ന കാലമാണ്. അപ്പോൾ അവരുടെ എവിടെയോ ഇടവകയിൽ ധ്യാനിപ്പിക്കാൻ ചെന്നപ്പോൾ ഇവരെന്നെ കാണാൻ വന്നപ്പോൾ ഞാൻ രാത്രിയാണെങ്കിൽ ശരി ഇവരുടെ കൂടെ പോയി അവരുടെ വീട്ടിലൊക്കെ പോയി പ്രാർത്ഥിച്ച് പോന്നു. അപ്പോൾ അതുകൊണ്ട് ഇവർ ഓർക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ ഇവരെന്നോടൊരു ദിവസം ചോദിച്ചു, ഞങ്ങളിനി കുട്ടികളെ കിട്ടത്തില്ലല്ലോ അച്ചോ, അപ്പോൾ ഇനി ഞങ്ങൾ അഡോപ്ഷനിലേക്ക് പോകട്ടെ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു വെയിറ്റ് എന്ന് പറഞ്ഞ് ചോദിച്ചു. വെയിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചോദിച്ചിട്ട് പറയാം. ആരോട്? ഈ വിഷയത്തിൽ ഈശോയ്ക്ക് തീരുമാനം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാനത് പിന്നെ വന്ന് ഈശോയോട് പ്രാർത്ഥിച്ചിട്ട് ചാർട്ടിങ് മെസ്സേജ് എടുത്ത്. കാര്യം 3 കൊല്ലമായിട്ട് നടക്കണമല്ലേ. അപ്പോൾ അവർക്ക് ഇതിനൊരു തീരുമാനം എടുത്ത് കൊടുക്കണം നമ്മൾ. ആ ഉടമ്പടി ഇപ്പോൾ അത് നിങ്ങൾ എന്നോട് സന്ദേശം ചോദിക്കുമ്പോൾ ഞാൻ ഉടനെ നോക്കണം എന്താണ്? ഉടമ്പടിയുടെ മച്യൂരിറ്റി നോക്കും. അല്ല നിങ്ങളിപ്പോൾ ഒന്ന് പുതുക്കിച്ച് വന്നിട്ട് സന്ദേശം വേണമെന്ന് പറഞ്ഞാൽ ഞാൻ എടുക്കത്തില്ല. കാര്യം എന്താണ്? നിങ്ങളിവിടെ ഉടമ്പടി വന്നതല്ലേ ഉള്ളൂ. ഉടമ്പടിയെക്കുറിച്ച് പഠിക്കണമെങ്കിൽ തന്നെ ഉടമ്പടി 1-2 പുതുക്കേണ്ടി വരും. 1-2 പുതുക്കി അത്രയും ധ്യാനങ്ങൾ പുതുക്കിയിട്ടും കാര്യമില്ല. അത്രയും കാലത്തെ ധ്യാനങ്ങൾ കൃത്യമായിട്ട് കൂടണം. അത്രയും കാലത്തെ വചനങ്ങൾ വായിക്കണം. ഇതൊന്നും ചെയ്യാതെ വചനവും വായിക്കത്തില്ല, ധ്യാനവും കൂടത്തില്ല. ഒന്ന് പുതുക്കിച്ചുമ്പോൾ സന്ദേശം ചോദിച്ചാൽ ഇവരോട് ദൈവം സംസാരിക്കത്തില്ല. അതെനിക്കറിയാവുന്ന കാരണം ഞാൻ സമയം വേസ്റ്റ് ചെയ്യത്തില്ല. കാരണം നമ്മൾ 1, 2, 3 പുതുക്കണേ എന്തിനാണ്? നിങ്ങൾ അതിൻ്റെ ഉള്ളിൽ ഉടമ്പടിയുടെ കമ്പൽസറി ആയിട്ടുള്ള സംഭവമാണ് ഉടമ്പടി ധ്യാനം. ഉടമ്പടി ധ്യാനത്തിലൂടെയാണ് ഈശോ സംസാരിക്കുന്നത്, അപ്ഡേഷൻസ് വരണത്. അതും പിന്നീട് നിങ്ങൾ ദിവസവും വായിക്കുന്ന ധ്യാനങ്ങൾ, വചനങ്ങൾ, പിന്നെ നിങ്ങൾ ചെയ്യുന്ന ഉപവിപ്രവർത്തനങ്ങൾ, സുവിശേഷ വേലകൾ, ഇതൊക്കെ ചെയ്തു വരുമ്പോൾ ദൈവമായിട്ട് നല്ലൊരു പരുവം വരും. ദൈവമാണെങ്കിൽ ലോക പിശുക്കാണ്, ഒരുമാതിരിപ്പെട്ട മനുഷ്യനോട് ഓപ്പൺ ചെയ്യത്തില്ല. അതാണ് വിഷയം.
കർത്താവ് മിണ്ടിയില്ലെന്നൊക്കെ പറയത്തില്ലേ, അതുപോലുള്ള സിറ്റുവേഷനാണ്, മിണ്ടത്തില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഈ വെറുതെ മെസ്സേജ് എടുക്കാൻ പറ്റത്തില്ല. ഇവർ 3 കൊല്ലമായപ്പോൾ എനിക്കൊരു ബാധ്യതയുണ്ട്, ദൈവത്തിനൊരു ബാധ്യതയുണ്ട്. എനിക്ക് മാത്രമല്ലല്ലോ ബാധ്യത. 3 കൊല്ലം കർത്താവിൽ നിന്ന് വിളിച്ച് ഒരു കാര്യത്തിൽ നടക്കണ ദൈവത്തിനും ബാധ്യതയില്ലേ? അപ്പോൾ ഇവർ സത്യസന്ധമായിട്ട് വിശ്വസ്തമായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരെന്നോട് ചോദിക്കണം, ഞങ്ങൾ അഡോപ്ഷനിലേക്ക് പോട്ടെ, ദത്തെടുക്കട്ടെ എന്നാണ് ചോദിക്കണത്. ദത്തെടുക്കണമെങ്കിൽ ഒരു പ്രായമുണ്ടല്ലോ. ഇവിടെ 2 പേരുടെയും വയസ്സ് കൂട്ടിയിട്ട് എന്താ 90 താഴെ എന്തൊക്കെ വരണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അങ്ങനെ ആ പ്രായം കഴിഞ്ഞാൽ പിന്നീട് ദത്തെടുക്കാനും പറ്റത്തില്ല, ആസ്തികൾ കുറഞ്ഞാൽ ദത്തെടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇപ്പോൾ ആസ്തികളുള്ള സമയത്ത് ദത്തെടുക്കുകയാണെങ്കിൽ നിയമപരമായിട്ട് ഗവൺമെൻറ് അനുവദിക്കും. അപ്പോൾ ഞങ്ങൾ ദത്തെടുക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ ചോദിച്ചിട്ട് പറയാമെന്ന് പറയുമ്പോൾ എനിക്കൊരു ആത്മവിശ്വാസമുണ്ട്. എന്താണ്? ഈ വിഷയത്തിൽ കർത്താവ് സംസാരിക്കും. കാര്യം അതിൻ്റെ ന്യായവും നീതിയൊക്കെ ഉണ്ട്. ഇപ്പം ഞാൻ കർത്താവിനോട് ചോദിച്ചിട്ട് ചാർട്ടി മെസ്സേജ് ഇട്ടിട്ട് അവരെ കൊണ്ട് അടയാളപ്പെടുത്തി എടുപ്പിച്ചു. അവരറിയാത്ത മെസ്സേജ് അവരെ കൊണ്ട് അടയാളപ്പെടുത്തി എടുപ്പിച്ചു. അപ്പോൾ ഷാർപ്പായിരിക്കും അത്. അപ്പോൾ ഞാൻ പറഞ്ഞ് അഡോപ്ഷൻ എടുക്കേണ്ടെന്ന് ഈശോ പറയണം, അഡോപ്ഷൻ എടുക്കരുത്, വെയിറ്റ് ചെയ്യാൻ പറയുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ വെയിറ്റ് ചെയ്യാൻ, അഡോപ്ഷൻ എടുക്കരുത്, നിങ്ങളൊരു കാരണവശാലും ദത്തെടുക്കരുത്, പിന്നെ എന്ത് ചെയ്യണം? വെയിറ്റ് ചെയ്യാൻ പറയുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ വെയിറ്റ് ചെയ്യണം. അപ്പോഴേ അവർക്ക് സ്വാഭാവികമായിട്ട് അവർക്ക് എന്നോട് ചോദിക്കാം, എത്ര കാലം വെയിറ്റ് ചെയ്യേണ്ടി വരുമെന്ന് ചോദിക്കാം. ആ ഒരു വിശ്വാസികളായതുകൊണ്ട് അവരത് വിഷയത്തിനാണ് പ്രാധാന്യം കൊടുത്തെങ്കിൽ അവർ ചോദിക്കും എത്ര കാലം വെയിറ്റ് ചെയ്യണമെന്ന്. ആ ഒരു വിഷയത്തിനല്ല പ്രാധാന്യം കൊടുത്തത്, ദൈവത്തിനായതുകൊണ്ട് എത്ര കാലം വെയിറ്റ് ചെയ്യണമെന്ന് എന്നോട് ചോദിച്ചില്ല. ഇപ്പം നമുക്ക് ഈ ആൾക്കാരുടെ വർത്തമാനങ്ങൾ നമുക്കറിയാമല്ലോ. നമ്മൾ ഈ പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചെടുക്കുമ്പോൾ തന്നെ നിങ്ങൾ പറയുന്ന ലാംഗ്വേജ് എല്ലാം സ്കാൻ ചെയ്ത് പോകുകയെ. അതുകൊണ്ട് അതെന്താ സംഭവിക്കണമെന്നൊക്കെ നമുക്കറിയാം. എന്ത് അരൂപിയാണ് ഇവർ നയിക്കപ്പെടുന്നത്, ഇവരുടെ അരൂപിയുടെ ലെവൽ എന്താണെന്ന് അറിയാൻ പറ്റും. ഈ അരൂപിയുടെ ലെവൽ മോശമാണെങ്കിൽ ചിലപ്പോൾ അപ്പം തന്നെ ആളെ ക്യാൻസൽ ചെയ്യും. കാര്യം അവരോട് നമുക്ക് സംസാരിച്ചിട്ട് കാര്യം, ഒരു ജന്മം പാഴാകുമെന്നല്ല സംസാരിക്കുക, കാര്യം അവരുടെ അരൂപി മോശമാണ്. അതുകൊണ്ട് ഇവർ ചോദിക്കണത് എന്താണ്? എത്ര കാലം ഞങ്ങൾ വെയിറ്റ് ചെയ്യണമെന്ന് ചോദിച്ചില്ല. എന്താ കാര്യം? കർത്താവാണ് സംസാരിക്കണമെന്ന് അവർക്കറിയാം. കർത്താവാണെങ്കിൽ എത്ര കാലം വെയിറ്റ് ചെയ്യാനും ഞങ്ങൾ തയ്യാറാണ്. അവർ കൊച്ചിനെയാണ് പ്രാധാന്യം കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവർ ചോദിക്കും എത്ര കാലം വെയിറ്റ് ചെയ്യണമെന്ന്. കാര്യം ഈശോയുടെ ഒരു ഡിസേൺമെൻ്റ് എന്ന് പറയണത് എപ്പോഴും ഈശോ നോക്കുന്നത് വാട്ട് സ്പിരിറ്റ് ലീഡ്സ് യു. അത് ഉടമ്പടി ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളൊരു സത്യമാണ്. അതെപ്പോഴും നിങ്ങൾ കരുതണം. വാട്ട് സ്പിരിറ്റ് ലീഡ്സ് യു, അതായത് ഇപ്പം അച്ഛനോട് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകണം, ഇത് ഡിസൈൻ ചെയ്ത് പോവുകയാണ്, സ്പോട്ടിൽ ഡിസൈൻ ചെയ്ത് പോവുകയാണ്. എന്ത് അരൂപിയാണ് നിങ്ങളെ നയിക്കുന്നത്? ഭയങ്കര സീരിയസ് വിഷയമാണത്. എല്ലാ കാര്യവും പറയുമ്പോൾ നിങ്ങൾ എന്നോട് പറയുമ്പോൾ നിങ്ങൾ ആരാണെന്നുള്ള കാര്യം അത് നിങ്ങൾ എന്ത് പറയുന്നെന്നല്ല, നിങ്ങൾ ആരാണെന്നുള്ളതാണ് ഇവിടെ റിസൾട്ട് എടുക്കണത്. നിങ്ങളെന്ത് പറയണ കാര്യമല്ല പ്രശ്നം. നിങ്ങൾ പറയുന്ന ആ പറച്ചിലൂടെ തന്നെ നിങ്ങൾ ആരാണെന്നുള്ളത് ദൈവം ഉടനെ നിങ്ങൾ കമ്മ്യൂണിക്കബിൾ, ദൈവത്തിന് സംസാരിക്കാൻ പറ്റിയ ആളാണോ, ദൈവത്തിന് നിങ്ങൾക്ക് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയ ആളാണോ എന്ന് നിങ്ങളുടെ വർത്തമാനത്തിൽ നിന്ന് തന്നെ പിടികിട്ടും. അതാണ് വാട്ട് സ്പിരിറ്റ് ലീഡ്സ് യു. ശ്രുതികട ഹല്ലേലൂയ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എന്നെ ശക്തനാക്കുന്നവനിലൂടെ എല്ലാം ചെയ്യുവാൻ എനിക്ക് സാധിക്കും. വിശുദ്ധ പൗലോസിൻ്റെ ലേഖനം ഫിലിപ്പി 4-ാം അധ്യായം 13-ാം വാക്യം. അമ്മേ മാതാവേ, അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ സാക്ഷ്യത്തിനായി നിൽക്കുവാൻ എന്നെ അനുവദിച്ചതിനെ ഓർത്ത് ഞാൻ അങ്ങേക്ക് 1000 നന്ദി പറയുന്നു. ആബാപിതാവേ, അങ്ങയിലൂടെയാണ് സർവം സാധ്യമാകുന്നതെന്ന് ഞങ്ങളറിയുന്നു. അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നതിനെ ഓർത്ത് അമ്മയ്ക്ക് 1000 നന്ദി, കോടാനുകോടി നന്ദി, സ്തുതി, സ്തോത്രം, ആരാധന.
ഞാൻ ഷീല സണ്ണി, തൃശ്ശൂർ പട്ടിക്കാട് നിന്നും വരുന്നു. ഞാനൊരു യാക്കോബൈറ്റ് ചവറാമ്പാടം ഇടവകാംഗമാണ്. ഞാനൊരു വിധവയാണ്. ഭർത്താവ് മരിച്ചിട്ട് 10 വർഷമായി. ഞാനൊരു സിവിൽ വഴിക്കേസിൻ്റെ സാക്ഷ്യം പറയുവാനാണ് ഇവിടെ നിൽക്കുന്നത്. ഭർത്താവുള്ള സമയത്ത് 2005 തുടങ്ങി വെച്ച ഒരു സിവിൽ കേസാണ്. എതിർ കക്ഷി 5 പേർക്കെതിരെയാണ് കേസ് കൊടുത്തിരുന്നത്. ഭർത്താവുള്ള സമയത്ത് എനിക്ക് യാതൊന്നും അറിയേണ്ടതായി ഉണ്ടായിരുന്നില്ല. ഭർത്താവ് മരിച്ചതിന് ശേഷം കേസ് കൊണ്ടുപോകുവാൻ ആരുമുണ്ടായിരുന്നില്ല. ഞങ്ങളുടെയും സഹോദരങ്ങളുടെയും മറ്റു കുറേ വീട്ടുകാർക്കുമൊക്കെയുള്ള 1/2 കിലോമീറ്റർ വഴിയാണ് ഒരു കക്ഷി സ്വന്തമായി പിടിച്ചു വെച്ച് ഞങ്ങൾക്കെതിരെ കേസ് കൊടുത്തിരുന്നത്. ഭർത്താവ് മരിച്ചതിന് ശേഷം എന്നെയും മക്കളെയും വക്കീൽ വിളിപ്പിച്ച് കക്ഷി ചേർത്തു. കേസിന് ഓരോ പ്രാവശ്യം പോകുമ്പോഴും 40,000 50,000 അയാൾ ഫീസായി ചോദിക്കുമായിരുന്നു. നടന്ന് മടുത്ത് 2023 കേസ് തീർപ്പായി എന്ന് പറഞ്ഞു. പക്ഷേ ഒന്നും നടന്നില്ല. 18 വർഷമായിട്ടും ഒരു കാര്യവും നടന്നില്ല. 2025 ആയപ്പോൾ വീണ്ടും ഏപ്രിലിൽ അയാൾ വിളിച്ച് റീസർവേ വന്നു. റീസർവേയുടെ കുറേ പേപ്പറുകളിൽ എതിർ കക്ഷിക്ക് അനുകൂലമായിട്ടാണ് അളന്നിരിക്കുന്നത്. അയാൾ കുറേ പേപ്പറുകൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ആ പേപ്പറുകളുടെ എല്ലാം ഫോട്ടോ എടുക്കുവാൻ 30,000 രൂപ വേണം. ഇനിയും 30,000 രൂപ ഇപ്പം തന്നെ കൊണ്ടുവന്നെങ്കിലേ ഞാനിഞ്ഞ് കേസ് മുന്നോട്ട് കൊണ്ടുപോവുകയുള്ളൂ എന്ന് പറഞ്ഞു. അവസാനം മറ്റു കക്ഷികളോടൊക്കെ ചോദിച്ചപ്പോൾ ഞങ്ങൾക്കാർക്കും ഇനി ഈ കേസ് കൊണ്ടുപോകുവാൻ താല്പര്യമില്ല, ഞങ്ങളാരും ഇനി ഒറ്റ പൈസ തരില്ല എന്ന് പറഞ്ഞു. അങ്ങനെ വഴിമുട്ടി കഷ്ടപ്പെട്ട് സങ്കടപ്പെട്ട് ഇരിക്കുന്ന സമയത്താണ് ഞാൻ നമ്മുടെ കൃപാസനം ഉടമ്പടിയെക്കുറിച്ച് ഓർക്കുന്നത്. ഞാനിതിനു മുൻപ് 2022 24 ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അന്നൊന്നും ഉടമ്പടി എടുക്കുവാൻ എനിക്ക് തോന്നിയില്ല. സത്യമായിട്ട് എനിക്ക് ഉടമ്പടി എടുക്കുവാൻ പേടിയായിരുന്നു. ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ ചെയ്യുവാനുണ്ട്, കുറേ കാര്യങ്ങൾ അനുഷ്ഠിക്കുവാനുണ്ട്. അതൊന്നും നിവർത്തിക്കുവാൻ എനിക്ക് സാധിക്കുകയില്ല എന്നുള്ള പേടി മൂലമാണ് ഞാൻ ഉടമ്പടി എടുക്കാതിരുന്നത്. എന്നാൽ ഈ കേസിൻ്റെ കാര്യം വന്നപ്പോൾ ഇനി ഉടമ്പടി മാതാവല്ലാതെ, സഞ്ചാരി മാതാവല്ലാതെ എനിക്ക് ആരും തുണയില്ല എന്ന ബോധ്യത്തോടുകൂടി 2025 ജൂലൈ 14 ഞാൻ കൂട്ടാലിയിൽ നിന്നും ബസ് പോകുന്നതിനോടുകൂടെ അവരോടൊപ്പം ഇവിടെ വരികയും ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുകയും ചെയ്തു. ഉടമ്പടിയെടുത്ത് അന്ന് തന്നെ ഉടമ്പടിയിലെ കാര്യങ്ങൾ നിവർത്തിക്കുവാൻ ഞാൻ ശ്രമിച്ചു പോന്നു. പത്രങ്ങളെല്ലാം അടുത്ത വീടുകളിൽ കൊണ്ടുപോയി വിശ്വാസമുള്ളവരെ വിശ്വാസത്തിൽ കൂടുതൽ ആഴപ്പെടുത്തുവാനും വിശ്വാസമില്ലാത്തവർക്ക് ഈശോയെക്കുറിച്ചും മാതാവിനെക്കുറിച്ചും പറഞ്ഞു കൊടുക്കുവാനും അവരെ നമ്മുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കുവാനും പഠിപ്പിച്ചു. മറ്റുള്ള കുടുംബങ്ങളിലും വൃദ്ധരായ മാതാപിതാക്കളുടെ അടുത്ത് ചെന്ന് അവരോടൊത്ത് സമയം ചെലവഴിച്ച് അവർ പറയുന്ന കാര്യങ്ങൾ സസൂക്ഷ്മം കേട്ട് അവർക്ക് വേണ്ട വചനങ്ങളെല്ലാം നൽകി പോന്നു. ഉടമ്പടിയെടുത്ത് 14 ഉടമ്പടിയെടുത്തു. 18 അംഗനവാടിയിൽ എല്ലാ ഡിജിറ്റൽ സർവേ കഴിഞ്ഞ ഭൂമികളെല്ലാം കൺഫർമേഷന് വേണ്ടി ഒപ്പിട്ട് കൊടുക്കുവാനായിട്ട് എല്ലാവരെയും 20-ാം വാർഡിലുള്ള എല്ലാവരെയും വിളിപ്പിച്ചു. അന്നേരം ഞങ്ങൾ ചെന്നു. അവർ ലാപ്പിൽ സ്കെച്ചുകൾ കാണിച്ചു തന്നു ഭൂമിയുടെ. അന്നേരം ഒരു പ്ലോട്ടിൽ മാത്രം വഴിയില്ലാതെയാണ് അളന്നിരിക്കുന്നതെന്ന് കാണുവാൻ സാധിച്ചു. സാർ അവരോട് ചോദിച്ചപ്പോൾ അന്ന് വഴിയില്ലാതെയാണ് അളന്നിരിക്കുന്നത്, ഇനിയൊന്നും ചെയ്യാനില്ല, അളന്ന സമയത്ത് നിങ്ങൾ എന്തേ പറയാതിരുന്നെന്ന് ചോദിച്ചു. ഞാൻ പിന്നെ പഞ്ചായത്തിൽ പോയി ചോദിച്ചപ്പോൾ അപേക്ഷ കൊടുക്കുവാൻ പറഞ്ഞു. അപേക്ഷ കൊടുത്തു പോന്നു. പക്ഷെ അവർ പറഞ്ഞു ഞങ്ങൾക്കെന്നൊന്നും ചെയ്യുവാനില്ല, ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ പ്രൈവറ്റായിട്ട് സർവേയറെ കൊണ്ടുവന്ന് അളപ്പിച്ച് എല്ലാം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ നോക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ഞാനിവിടെ വന്ന് വെറുതെ ഇരുന്നില്ല. എൻ്റെ അമ്മ മാതാവ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എൻ്റെ കാശുരൂപം
ഇവിടെ നിന്ന് കിട്ടിയത് ഞാൻ എപ്പോഴും കൂടെ കൊണ്ട് നടക്കുമായിരുന്നു. എപ്പോഴും വിശ്വാസ പ്രമാണം നടക്കുമ്പോഴും നടപ്പിലും എടുപ്പിലുമെല്ലാം വിശ്വാസ പ്രമാണവും നന്മ നിറഞ്ഞ മറിയമ്മയും ഞാൻ ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ നമ്മുടെ ഉപ്പും ഇവിടെ നിന്ന് കൊണ്ടുപോയ വെള്ളവും ഉടമ്പടി തൈലവും കൊണ്ടുപോയി ആ വഴിയിലുടനീളം വിതറി പ്രാർത്ഥിക്കുകയും പ്ലോട്ടിൽ വഴിയില്ലാത്തടത്തും പോയി പ്രാർത്ഥിച്ച് ആരോടും പറയാതെ രഹസ്യമായാണ് ഞാനിതെല്ലാം ചെയ്തിരുന്നത്. എൻ്റെ അമ്മ പരസ്യമായ രഹസ്യമാണെന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നു. 4-ാം ദിവസം വഴിയില്ലാത്ത കാര്യം സർവേയിൽ ലാപ്പിൽ എനിക്ക് കാണിച്ചു തന്നത് 18-ാം തീയതിയാണ് എന്നെ കാണിച്ചു തന്നത്. 22-ാം തീയതി 21-ാം തീയതി ഞായറാഴ്ച പഞ്ചായത്തിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, നാളെ തിങ്കളാഴ്ച ഞങ്ങൾ അളക്കുവാൻ വരുന്നുണ്ട്, നിങ്ങൾ പേപ്പറുകളെല്ലാമായി വരണം. പ്രൈവറ്റ് സർവേയറെ കൊണ്ടല്ലാതെ അളക്കുകയില്ല എന്ന് പറഞ്ഞു വിട്ട അവർ മാതാവിൻ്റെ പെട്ടെന്നുള്ള ഇടപെടൽ മൂലം സഞ്ചാരി മാതാവ് പഞ്ചായത്തിൽ ചെന്ന് പ്രവർത്തിച്ചതുപോലെ ഞാനൊന്നും ചെയ്തില്ല, ഞാൻ പ്രാർത്ഥിക്കുക മാത്രം ചെയ്തു. എൻ്റെ ഉടമ്പടിയുടെ ശക്തി എനിക്കവിടെ പൂർണ്ണമായി 4-ാം ദിവസത്തിൽ തന്നെ വെളിപ്പെട്ടു. തിങ്കളാഴ്ച 22-ാം തീയതി അവർ വന്നു, ഭൂമി അളന്നു, വഴിതിരിച്ചു, കുറ്റിയടിച്ചു തന്നു. അതിനുശേഷം എനിക്ക് കൂടുതൽ മാതാവിനോട് പ്രാർത്ഥിക്കുവാനും ഉടമ്പടിയിൽ വിശ്വസിക്കുവാനും എല്ലാം സാധിച്ചു. കുർബാനയും മറ്റ് ദാനധർമ്മങ്ങളുമെല്ലാം ഞാൻ ഇടപെടാതെ പ്രവർത്തിച്ചു പോന്നു. കേസിൻ്റെ കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ഒരു ദിവസം ഓഗസ്റ്റ് 12-ാം തീയതി ഉടമ്പടി എടുത്ത് 28-ാം ദിവസം 1 മാസം തികയുന്നതിന് മുൻപേ പെട്ടെന്ന് വക്കീലിൻ്റെ ഗുമസ്തൻ കാശില്ലാതെ ഞാൻ ഒന്നും ചെയ്യില്ല, ഞാനിതൊന്നും ഫോർവേഡ് ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ് വിട്ട ആൾ ഗുമസ്തൻ വിളിച്ചു പറയുന്നു, നിങ്ങളുടെ കേസ് ജയിച്ചു, നിങ്ങൾക്ക് വഴി കിട്ടി. ഞാൻ മറ്റെല്ലാ കക്ഷിക്കാരെയും വിളിച്ചു പറഞ്ഞു, ഗുമസ്തൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല, നമുക്ക് വഴിവെട്ടാം എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും കൂടി 10-60 ലോഡ് വേസ്റ്റ് ഇറക്കി മരങ്ങളെല്ലാം വെട്ടി വഴിയുണ്ടാക്കി. ആ വഴി തെളിച്ച് കിട്ടി. അതിനുശേഷം ഞാൻ വക്കീലുമായി ബന്ധപ്പെട്ടു. എന്താണ് സംഭവിച്ചത്? വക്കീൽ പറഞ്ഞു, അവസാന നിമിഷത്തിൽ എന്തെന്നറിയില്ല, എനിക്ക് തോന്നി നമ്മുടെ പെൻഷനായ പഴയ സർവേയർ ഒന്ന് വിളിപ്പിക്കാം. അങ്ങനെ സർവേയറെ വിളിപ്പിച്ചു. സർവേയർ ചോദിച്ച് കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കി. ആൾ പറഞ്ഞു തന്ന പ്രകാരമെല്ലാം പറഞ്ഞപ്പോൾ നമുക്ക് അനുകൂലമായി വിധി വന്നു. സഞ്ചാരി മാതാവാണ് വക്കീലിനൊപ്പം ചെന്ന് എല്ലാ കാര്യങ്ങളും നടത്തി കൊടുത്തതെന്ന് എനിക്ക് പൂർണ്ണമായ ബോധ്യമുണ്ട്. എൻ്റെ ഉടമ്പടിയുടെ വിശ്വാസമാണ് വക്കീലിനെ കൊണ്ടത് ചെയ്യിപ്പിച്ചത്. 20 വർഷമായി വക്കീലിന് തോന്നാതിരുന്ന കാര്യം ഞാൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ, ഉടമ്പടി വസ്തുക്കൾ കൊണ്ട് പ്രാർത്ഥിച്ചപ്പോൾ, ഉടമ്പടി ഉപ്പിനും ഉടമ്പടി പത്രത്തിനുമെല്ലാം വളരെ വിലയുണ്ടെന്ന് അവർ അറിഞ്ഞത്, ഞാൻ അറിഞ്ഞത് അപ്പോഴാണ്. എൻ്റെ നാട്ടുകാർക്കെല്ലാം ഇപ്പോൾ ഈ സംഭവം അറിയാം. എൻ്റെ ഉടമ്പടി മൂലമാണ് എല്ലാവർക്കും വഴി കിട്ടിയതെന്ന്. ഞാൻ കാരുണ്യ പ്രവർത്തികളായി ചെയ്യുന്നത് അടുത്ത വീടുകളിലെല്ലാം പോയി വയസ്സായ അമ്മമാരും അപ്പന്മാരും വയ്യാതെ കിടക്കുന്നവരെ പോയി കാണുകയും അവർക്ക് വേണ്ട ആശ്വാസവചനങ്ങൾ പറഞ്ഞു കൊടുക്കുകയും അവർക്ക് വേണ്ട ശാരീരിക ശുശ്രൂഷകൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുമായിരുന്നു. ഞാനൊരു നേഴ്സാണ്, ഗവൺമെൻറ്റിൽ നിന്നും റിട്ടയർ ആയതാണ്. അതും എൻ്റെ നാട്ടുകാർക്കറിയാം. അതുപോലെ തന്നെ അടുത്ത വീടുകളിലെല്ലാം വചനം ഉദ്ഘോഷിക്കുവാനായിട്ട് പത്രം കൊണ്ടു കൊടുക്കുമ്പോൾ ഒരു ചേച്ചി എന്നോട് പറഞ്ഞു, ഏതോ ഒരു ചേച്ചി ഞാൻ ആശുപത്രിയിൽ കിടക്കുമ്പോൾ എനിക്ക് പത്രം കൊണ്ടുവന്ന് തന്നു. ഞാനൊരു ഹിന്ദു ആയിരുന്നു എങ്കിലും ഞാൻ കാര്യമായി വിശ്വസിച്ചില്ല. പക്ഷേ ആ പത്രം എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് വളരെ വലിയൊരു ജീവൻ മരണ പോരാട്ടത്തിൽ നിന്നും ബ്ലീഡിംഗ് ആയിട്ട് എല്ലായിടത്തു നിന്നും മടക്കി മെഡിക്കൽ കോളേജിലെത്തിച്ച് എന്നെ ജീവനോടെ കോമയിലായിരുന്ന എന്നെ തിരിച്ചു തന്നത് ആ പത്രമാണ്. ഞാൻ പ്രാർത്ഥിക്കുന്നില്ലെങ്കിലും പത്രം എൻ്റെ കൂടെയുള്ളതാണ് എന്നെ രക്ഷിച്ചതെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നുവെന്ന് പത്രം കൊണ്ടു കൊടുക്കാൻ ചെന്നപ്പോൾ ഒരു സഹോദരൻ എന്നോട് പങ്കുവെച്ചു. നമ്മുടെ ഈ പത്രം വിശുദ്ധമാണ് മക്കളെ. വിശുദ്ധമായ പത്രം കൊണ്ടു കൊടുക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചു കൊടുക്കണം. ആ പത്രം കിട്ടുന്ന എല്ലാവർക്കും ആ പത്രത്തിൻ്റെ സാമീപ്യവും
മാതാവിൻ്റെ സഞ്ചാരി മാതാവിൻ്റെ സാന്നിധ്യവും അനുഭവിക്കുവാൻ സാധിക്കുമെന്നുള്ള കാര്യം 1000 പ്രാവശ്യം ഞാനിവിടെ ഉറച്ച് ഉത്ബോധിപ്പിക്കുന്നു. പത്രം കൊടുക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചു കൊടുക്കണം. പത്രം കയ്യിലുള്ളത് വിശുദ്ധമാണ്, അതൊരു വിശുദ്ധ വസ്തുവാണെന്ന് നമ്മളെല്ലാവരും തിരിച്ചറിയണം. നമ്മുടെ വിശുദ്ധ വസ്തുക്കളായ ഉപ്പിനും തൈലത്തിനും എല്ലാം വളരെ ശക്തിയുണ്ട്. അമ്മ മാതാവിനോടൊപ്പം ഞാൻ എല്ലാ കുർബാനകളിലും കുമ്പസാരത്തിലും ഒക്കെ പങ്കെടുക്കാറുണ്ട്. ഞാനൊരു യാക്കോബൈറ്റ് വിശ്വാസിയാണെങ്കിലും കല്യാണത്തിന് മുൻപ് ഞാൻ റോമൻ കാത്തലിക് ആയിരുന്നു. അതുകൊണ്ട് ലത്തീൻ പള്ളിയിലും മറ്റു പള്ളികളിലെല്ലാം പോയി 2 ആഴ്ചകൾ കൂടുമ്പോൾ കുമ്പസാരിക്കുകയും കുർബാനകൾ പങ്കുകൊള്ളുകയും എല്ലാം ചെയ്യുമായിരുന്നു. ഉടമ്പടിക്ക് ശേഷം കൂടുതൽ സമയം ബൈബിൾ വായനയിൽ നിവർത്തിക്കുവാനും ബൈബിൾ വചനങ്ങളിൽ ആഴപ്പെടുവാനും വിശ്വാസത്തിൽ ആഴപ്പെടുവാനും സാധിച്ചു. കുർബാനയിൽ ജീവസുറ്റ മകളായി പങ്കുചേരുവാനും കരഞ്ഞല്ലാതെ കുർബാനയിൽ നിന്നും ഇറങ്ങി വരുവാൻ സാധിക്കാതെയുമുള്ള കൃപ മാതാവ് എനിക്ക് തന്ന് അനുഗ്രഹിച്ചതിനോർത്തും ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു. അമ്മേ മാതാവേ, ഇനിയും കൂടുതൽ കാലം മരണം വരെ അമ്മയോടൊപ്പം ഉടമ്പടിയിൽ ജീവിക്കുവാനും അമ്മയ്ക്ക് വേണ്ടി ജീവിക്കുവാനും അമ്മയുടെ സാന്നിധ്യം മറ്റുള്ളവരെ അറിയിക്കുവാനും എന്നെ ഉപകരണമാക്കണമേ എന്ന് അമ്മയോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. എനിക്ക് വേണ്ടിയും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ വിശ്വാസികൾക്ക് വേണ്ടിയും അമ്മ ആബാപിതാവിനോട് മാധ്യസ്ഥം വഹിക്കണമേ എന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആബാപിതാവിൽ നിന്നും അമ്മ നേടിത്തരുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ സാക്ഷ്യങ്ങൾക്കും കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, സ്തുതി, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തുതി, സ്തോത്രം, ആരാധന. എൻ്റെ പേര് അനന്തു. ഞാൻ വൈക്കത്ത് നിന്നാണ് വരുന്നത്. ഞാനൊരു കോളേജ് അധ്യാപകനാണ്. അരൂരൊരു കോളേജിലാണ് പഠിപ്പിക്കുന്നത്. ആദ്യമായിട്ട് ഞാൻ ഉടമ്പടി എടുക്കുന്നത് 2024 നവംബർ മാസമാണ്. അന്നാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി കൃപാസനത്തെ പറ്റി മുൻപ് തന്നെ കേൾക്കുമായിരുന്നു. ആ സമയങ്ങളിലൊക്കെ കൃപാസനത്ത് വരണമെന്ന് വലിയ ആഗ്രഹമുണ്ടായിരുന്നു. പണ്ട് മുതലേ മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു. സാക്ഷ്യങ്ങൾ ഒരുപാട് കേൾക്കുമായിരുന്നു. പള്ളികളിൽ പോകുമായിരുന്നു. കുർബാനകളിൽ പങ്കെടുക്കുമായിരുന്നു. അതുപോലെ തന്നെ അറിയുന്ന എല്ലാ ക്രിസ്ത്യൻ സുഹൃത്തുക്കളോടൊക്കെ സംസാരിച്ച് ഞാൻ പ്രാർത്ഥനാ രീതികളൊക്കെ പഠിക്കുമായിരുന്നു. ഉടമ്പടി എടുക്കുന്നതിന് മുൻപ് തന്നെ ജപമാല ഉൾപ്പെടെ ചൊല്ലാനായിട്ട് ഞാൻ പഠിച്ചിട്ടുണ്ട്. അതൊക്കെ ഈ കൃപാസനത്തിന് വരുന്നതിന് മുൻപ് തന്നെ ചൊല്ലി പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും ഞാൻ ജപമാലയൊക്കെ ചൊല്ലാറുണ്ടായിരുന്നു. ഉടമ്പടി എടുക്കാനുള്ള കാരണമെന്ന് പറയുന്നത് എനിക്കൊരു അസുഖം വരുന്നതാണ്. 2024 സെപ്റ്റംബർ മാസമാണ് ആദ്യമായിട്ട് എനിക്കൊരു വീട്ടിൽ ഞാൻ സാധാരണ കഴിക്കുന്ന പോലെ ഭക്ഷണം കഴിച്ചപ്പോഴാണ് എനിക്കൊരു വയറുവേദന വരുന്നത്. ഭയങ്കരമായ വയറുവേദനയും ഗ്യാസും ഒക്കെയാണ് വരുന്നത്. എന്നുവെച്ചാൽ എന്ത് കഴിച്ചാലും വയറുവേദന. അപ്പോൾ സാധാരണ നമുക്ക് ഗ്യാസ് വരുന്നത് പോലെയാണെന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ എന്ത് ചെയ്തിട്ടും മാറുന്നില്ല. സാധാരണ വീട്ടിൽ ചെയ്യുന്ന പോലെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും ഇത് മാറുന്നില്ല. അപ്പോൾ അടുത്തുള്ളൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചപ്പം എന്തോ ഒരു ഇൻഫെക്ഷൻ ആണെന്നാണ് പറഞ്ഞത്. ഇൻഫെക്ഷൻ ആണെന്ന് പറഞ്ഞപ്പോഴും ഞാൻ അത്ര കാര്യമായിട്ട് എടുക്കുന്നില്ല. പക്ഷെ അപ്പോഴും വേദന അതികഠിനമായിട്ടുള്ള വേദനയാണ്. അടിവയറ്റിലാണ് എനിക്ക് വേദന തുടങ്ങുന്നത്. എത്ര ചെയ്തിട്ടും എന്തൊക്കെ ചെയ്തിട്ടും വേദന മാറുന്നില്ല. അവരാണെങ്കിലും പറഞ്ഞു കുറച്ച് ദിവസം മരുന്ന് കഴിച്ചിട്ട് മാറിയില്ലെങ്കിൽ നമുക്ക് സ്കാനിങ് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അൾട്രാസൗണ്ട് സ്കാനിങ് പോലെയുള്ള CT സ്കാൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കിയാലേ എന്താണ് വയറിന് സംഭവിച്ചിരിക്കുന്നത് അറിയുന്നുള്ളൂ. ഒരാഴ്ചയായിട്ടും എന്തൊക്കെ ചെയ്തിട്ട് മാറുന്നില്ല. അപ്പോഴാണ് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ട് ഇങ്ങനെ കൃപാസനത്തിൽ പോകണമെന്ന് പറഞ്ഞത്. എന്തായാലും നീ കൃപാസനത്തിൽ പോകണം, എന്നാലേ അത് മാറുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ പല ഡോക്ടർമാരെ കാണിച്ചു. എന്നിട്ട് ഞാൻ വരാനായിട്ട് തയ്യാറായില്ല. ഞാൻ വേറെ ഡോക്ടർമാരെ കാണിച്ചു. ഗ്യാസ്ട്രോനെ കാണിക്കാമെന്ന് പറഞ്ഞു. ഗ്യാസ്ട്രോനെ കാണിച്ചു. ഏകദേശം അവിടെ കൊണ്ടുപോയി കുറേ നാൾ ട്രീറ്റ് ചെയ്തു. അപ്പോൾ അവർ പറയുന്നത് ഇൻഫെക്ഷൻ ആണെന്നാണ് പറയുന്നത്. ഇൻഫെക്ഷൻ്റെ മരുന്നുകൾ തരുന്നതല്ലാണ്ട് ഒരു മാറ്റവും ഇല്ല. ഈ മെഡിസിൻ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നതല്ലാണ്ട് മാറ്റമില്ല. മെഡിസിൻ കഴിക്കുമ്പോൾ കുറച്ച് നേരത്തേക്ക് മാറും, വീണ്ടും ഇത് തന്നെ വയറുവേദനയാണ്. അപ്പം പിന്നീട് അവർ പറഞ്ഞു സ്കാനിങ് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. സ്കാനിങ് എന്ന് പറയുമ്പോൾ CT സ്കാനാണ്. ഭയങ്കര ബുദ്ധിമുട്ടുള്ള രീതിയിലാണ്. അപ്പോൾ ഞാൻ ഫോണിലൊക്കെ നോക്കുമ്പോൾ നമ്മൾ ഇതിൻ്റെ സിംറ്റംസ് ഒക്കെ കാണുമ്പോൾ വലിയ രീതിയിൽ എന്തൊക്കെയോ അസുഖമുണ്ടെന്ന് എനിക്ക് ടെൻഷൻ അടിക്കാനൊക്കെ തോന്നി. അങ്ങനെയാണ് അതിലോട്ട് പോകുന്നത്. അപ്പോൾ ആ സമയത്ത് ഞാൻ വന്ന് ഉടമ്പടി എടുത്തു.
ഉടമ്പടി എടുത്തപ്പോഴാണ് പിന്നെ CT സ്കാൻ പോലുള്ള കാര്യങ്ങളോട്ട് പോയത്. അപ്പോൾ അവർ പറയണത് IBS എന്ന് പറയുന്ന ഒരു അസുഖമാണെന്നാണ് പറയുന്നത്. ഇറിറ്റബിൾ ബവൽ സിൻഡ്രം എന്ന് പറയുന്ന ഒരു അസുഖം. ഇതൊരു കണ്ടീഷനാണെന്ന് പറയുന്നുണ്ട്, ഇതൊരു രോഗമല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിന് ട്രീറ്റ്മെൻറ്റ് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ, ഇത് ക്യൂറബിൾ അല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ട്രീറ്റബിൾ ആണ്, ക്യൂറബിൾ അല്ല. അപ്പോൾ ഗ്യാസ്ട്രോ, അത്രയും ഫേമസ് ആയിട്ടുള്ള ഗ്യാസ്ട്രോ ആണ് പറയുന്നത് ഇത് ട്രീറ്റബിൾ ആണ്, ക്യൂറബിൾ അല്ല. അപ്പോൾ തന്നെ ഞാൻ വല്ലാണ്ട് വിഷമിച്ചു. പിന്നെ കൃപാസനത്തിൽ വന്നു, ഒരു ഉടമ്പടി എടുത്തു. 7 ദിവസമായിട്ടൊന്നും യാതൊരു മാറ്റവും ഇല്ല. അപ്പോൾ ഞാൻ 7 ദിവസം ഈ ഉടമ്പടി തൈലം വയറിൽ ഇങ്ങനെ പുരട്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. കൃത്യമായിട്ട് കുരിശ് വരച്ച് ഞാൻ പുരട്ടും, എപ്പോഴും പുരട്ടിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. രാവിലെയും വൈകിട്ടും ഒക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്. പത്രം കൊടുക്കാറുണ്ടായിരുന്നു. ഇനി ആ കഴിയുന്ന പോലെ രോഗികളെ ഞാൻ കാണാൻ പോകാറുണ്ട്. ഹോസ്പിറ്റലിൽ പോയി രോഗികളെ കാണും എല്ലായിടത്തും. അപ്പോൾ ഞാൻ താമസിക്കുന്ന സ്ഥലങ്ങളൊക്കെ കൂടുതലും അക്രിസ്ത്യാനികളായിട്ടുള്ള സ്ഥലങ്ങളാണ്. അവിടെയൊക്കെ പോയി ഞാനിത് കൊടുക്കും. അപ്പോൾ അവർ ചോദിക്കും എന്താ പെട്ടെന്ന് ഇങ്ങനെ ഒരു സ്ഥലത്തോട്ട് പോകാനുള്ള കാരണം. അപ്പോൾ ഞാൻ പറയും എനിക്ക് ഇങ്ങനെ ഒരു അസുഖം വന്നു. അപ്പോൾ അവർക്കൊക്കെ അറിയാം, ഞാൻ 10-75 കിലോ ഉള്ള ഞാൻ 68-67 കിലോ ആയപ്പോൾ അവർക്ക് എൻ്റെ ശരീരത്തിലൊക്കെ മാറ്റങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ എന്തോ അസുഖമുണ്ട് അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു അസുഖമുണ്ട്, അതുകൊണ്ടാണ് പോയത്. 7 ദിവസം കഴിഞ്ഞപ്പോൾ തൊട്ട് എനിക്ക് മാറ്റങ്ങൾ വരാൻ തുടങ്ങി. പക്ഷെ പൂർണ്ണമായിട്ടും ഇത് മാറുന്നില്ല. ഒന്നും കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. ഇഡലി മാത്രമായിരുന്നു കഴിക്കാൻ പറഞ്ഞത്, തൈരും ഇഡലിയും മാത്രമാണ് കഴിക്കാൻ പറഞ്ഞത്. കുറേ ദിവസം അങ്ങനെ എന്നെ കഴിച്ചുകൊണ്ടാണ് ഞാൻ ക്ലാസ്സൊക്കെ എടുക്കാൻ പോയത്. അപ്പോൾ ക്ലാസ് എടുക്കാൻ പോയാലും നമുക്ക് പറ്റത്തില്ലല്ലോ. കാരണം വെച്ചാൽ ഇതൊരു പ്രത്യേകമായ അസുഖമാണ്. നമുക്ക് എന്ത് കഴിച്ചാലും നമുക്ക് ഡയറിയ പോലെയാണ്, നമുക്കൊന്നും വയറ്റ് പിടിക്കാത്തൊരവസ്ഥയാണ്, നമുക്ക് എപ്പോഴും ടോയ്ലറ്റിൽ പോകേണ്ട ഒരവസ്ഥ. അപ്പോൾ മാനസികമായിട്ട് അത് ഒരുപാട് തളർത്തി. ഞാൻ രാവിലെ എണീറ്റ് ഭക്ഷണം കഴിക്കുമ്പോൾ എനിക്ക് വേറെ ഒരു രക്ഷയില്ല, എനിക്ക് ബാത്റൂമിൽ പോകാണ്ട് വേറൊരു നിവൃത്തിയില്ലാണ്ടായി. അപ്പോൾ ഞാൻ വല്ലാണ്ട് കരയുമായിരുന്നു. വെച്ചാൽ എനിക്ക് എന്ത് ചെയ്യും, എനിക്ക് കുട്ടികളുടെ മുമ്പിൽ പോയി ക്ലാസ് എടുക്കാൻ പറ്റാത്തൊരവസ്ഥയായി, ജോലി എടുക്കാൻ പറ്റാത്ത അവസ്ഥയായി. അപ്പോൾ മാതാവിനോട് ഞാൻ പ്രാർത്ഥിക്കണം, എനിക്ക് ജോലി എടുക്കാൻ പറ്റണം. അതുമാത്രമാണ് ഞാൻ പ്രാർത്ഥിക്കുക. എങ്ങനെയെങ്കിലും എനിക്ക് ഒരു ദിവസം എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റണം എന്നാണ് പ്രാർത്ഥിക്കണം. അങ്ങനെ കുറേ പ്രാർത്ഥിച്ചപ്പോഴത്തേക്കും മാറ്റങ്ങൾ വരാൻ തുടങ്ങി. എനിക്ക് വിശ്വാസമായി തുടങ്ങി. കാര്യം വെച്ചാൽ മാതാവ് ഇതിൽ ഇടപെട്ടു. അപ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാരോട് പറയുന്നുണ്ട് മാതാവ് ഇടപെടുന്നില്ല എന്നാണ് തോന്നുന്നത്. പിന്നെ മാതാവ് ഇടപെട്ടു. 7 ദിവസം കഴിഞ്ഞപ്പോഴത്തോണ്ട് മാറ്റങ്ങൾ വരാൻ തുടങ്ങി. പിന്നീട് അത് 1 വർഷമായി. 1 വർഷമായപ്പോൾ ഗണ്യമായ മാറ്റങ്ങൾ വരാൻ തുടങ്ങി. എങ്കിലും ഞാൻ മാതാവിനോട് പറഞ്ഞു പൂർണ്ണമായിട്ടും മാറിയിട്ടേ ഞാൻ സാക്ഷി എഴുതി കൊടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഇന്നാണ് എനിക്ക് സാക്ഷ്യം എഴുതാനുള്ള സാഹചര്യം ഉണ്ടായത്. അപ്പം ഇങ്ങനെ ഒരു അവസ്ഥ നേരിടുന്ന ഏതൊരാൾക്കും ഇതൊരു അനുഭവമായിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പം എല്ലാവർക്കും പ്രത്യേകിച്ച് മാതാവിനോട്, കാര്യം എനിക്കിതിൽ വിശ്വാസിയായിരുന്നെങ്കിലും കൃപാസനത്തിൽ വരാനുള്ളൊരു മടിയൊക്കെ എനിക്കുണ്ടായിരുന്നു. അങ്ങനെ എനിക്കൊരു ദൈവാനുഭവം തന്നതിന് ഈ ഉടമ്പടിയിൽ തന്നെ ഞാൻ ഇപ്പോഴും നിൽക്കുവാണ്. മാറിയിട്ട് ഞാൻ ഉടമ്പടി പുതുക്കാറുണ്ട്, കൃത്യമായിട്ട് ഞാൻ പുതുക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു അനുഭവം തന്നതിന് മാതാവിനോടും അതുപോലെ തിരുക്കുമാരനോടും 1000 നന്ദി ഞാൻ അർപ്പിക്കുന്നു.